എല്ലാവർക്കും നമസ്കാരം. ഓം നമ ശിവായ. ഇന്നത്തെ സമൂഹം വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമാണ്. അതിന് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ ഭേദമില്ല. ഞാൻ അങ്ങനെ പറയാൻ കാരണം, പണ്ടുള്ള കാലത്ത് ആൺകുട്ടികൾക്ക് മാത്രമാണ് നന്നായിട്ട് വിദ്യാഭ്യാസം കിട്ടിയിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്തോ പെൺകുട്ടികളാണ് കൂടുതലും വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് പുറത്തു പോകുന്നതും പഠിക്കുന്നതും എല്ലാം. അവർക്ക് പാരൻസ് വളരെ വലിയ സപ്പോർട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ തന്നെയാണ്. സ്വന്തമായി ഒരു വരുമാനവും തൊഴിലും ഉണ്ടെങ്കിൽ സ്വയം നന്നായിട്ട് ജീവിക്കാൻ അവർക്ക് കഴിയുമല്ലോ, തങ്ങളുടെ കാലം കഴിഞ്ഞാലും തങ്ങളുടെ മക്കൾ സേഫ് ആയിരിക്കുമല്ലോ എന്നെല്ലാം പാരൻസ് ചിന്തിക്കുന്നുണ്ട്. കുട്ടികളും അത് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് പഠിക്കുന്നുമുണ്ട്. മത്സര പരീക്ഷകൾ വളരെ തകൃതിയാ നടക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് നമ്മുടെ ഈ ഒരു കാലഘട്ടം. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യം വരുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനാണ് അല്ലേ. സ്വന്തം കുട്ടികളെ പഠിക്കാൻ കഴിയില്ല എന്നൊക്കെ ഓർത്ത് അവർക്ക് ഒരുപാട് വിഷമാണ്. അപ്പോൾ പഠിച്ചത് മറന്നു പോവുക, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങള് എന്താ പറയുക ആ സമയത്ത് ഓർമ്മ വരാതിരിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ കാര്യം വിദ്യാഭ്യാസ തടസ്സമാണ്. നമ്മൾ എത്ര നല്ല മാർക്ക് മേടിച്ചാലും ഒരിടത്ത് ചെല്ലുമ്പോൾ നമുക്ക് അഡ്മിഷൻ കിട്ടില്ല, അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞു പോയി, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടിയുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക്. അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമായിട്ട് ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് ജപിക്കേണ്ട ഒരു മന്ത്രമുണ്ട്. ഇത് അതിവിശിഷ്ടമായിട്ടുള്ള ഒരു മന്ത്രമാണ്. എല്ലാ കുട്ടികളും, പഠിക്കുന്ന എല്ലാ കുട്ടികളും ഉദ്യോഗാർത്ഥികളും ഈ ഒരു മന്ത്രം ജപിക്കുന്നത് അത്യുത്തമമാണ്. അതുപോലെ തന്നെ ഏതൊരു വിദ്യാഭ്യാസത്തിന് പോകുമ്പോഴും ഈ ഒരു മന്ത്രം ജപിച്ചിട്ട് പോകാട്ടോ, വളരെ നല്ലതാണ്. ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് ദക്ഷിണാമൂർത്തിയുടെ മന്ത്രമാണ്. ദക്ഷിണാമൂർത്തിക്ക് ഒത്തിരി മന്ത്രങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു മന്ത്രം അതിവിശിഷ്ടമാണ്. ദക്ഷിണാമൂർത്തി രൂപം എന്ന് പറയുന്നത് മഹാദേവന്റെ ഒരു രൂപമാണ്. മഹാദേവൻ ലോക നന്മയ്ക്കായി എടുത്ത രൂപം. ഈ ലോകം സർവചരാചരങ്ങളും മഹാദേവന്റെ കീഴിൽ വിദ്യ അഭ്യസിക്കുന്ന ഒരു രൂപമാണ് ഭഗവാന്റെ രൂപം. അതായത് ഭഗവാൻ ലോകത്തിന്റെ തന്നെ ഗുരുനാഥനായിട്ടുള്ള രൂപം. അതിശ്രേഷ്ഠമായ രൂപമാണ്. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണല്ലോ ശാസ്ത്രം. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം നേടുന്നത് ഭഗവാന്റെ തന്നെ അനുഗ്രഹത്തോടു കൂടി ആയിരിക്കണം എന്നതാണ് ഏറ്റവും വലിയ സത്യം. ഒരുപാട് പേർക്ക് അനുഭവമായിട്ടുള്ള ഒരു മന്ത്രമാണിത്. അപ്പോൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഓം നമ ശിവായ ഈ ഒരു മന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രയജ്ഞാം പ്രയച്ഛ സ്വാഹ. ഇതാണ് ആ ശക്തിയുള്ള മന്ത്രം. ഈ ഒരു മന്ത്രം എന്നും രാവിലെ ജപിക്കുന്നത് വളരെ നല്ലതാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരും വിദ്യാഭ്യാസ തടസ്സം നേരിടുന്നവരും എല്ലാം ഈ ഒരു മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. അപ്പോഴെല്ലാവരും ദക്ഷിണാമൂർത്തി ഭഗവാനെ വിചാരിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിച്ചു തുടങ്ങുക. ഭഗവാന്റെ ഒരു ഫോട്ടോയും മന്ത്രവും ഞാൻ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴെല്ലാവർക്കും നന്മയുണ്ടാകട്ടെ.